നമ്മുടെ ഫ്ലോറൻസൈഡ് വീഡിയോസ് വരുമ്പോൾ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ എംബ്രോയിഡറി കുർത്തീസിന് വേണ്ടിയിട്ട്. വീക്ക്ലി വൺസ് എങ്കിലും നമ്മൾ ഒരു പുതിയ ഡിസൈൻ അല്ലെങ്കിൽ പുതിയൊരു പാറ്റേണിലേക്കുള്ള എംബ്രോയിഡറി കുർത്തീസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അടിപൊളിയായിട്ടുള്ള 4 ഷെയ്ഡ്സിലേക്ക് വന്നേക്കുന്ന സ്ലബ് സിൽക്കിന്റെ എംബ്രോയിഡറി കുർത്തീസാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എല്ലാ ഷെയ്ഡ്സും തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഞാൻ ഇട്ടേക്കുന്ന പർപ്പിൾ ഷെയ്ഡ് ഉണ്ട്, നല്ലൊരു ടർക്കോയ്സ് ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഷെയ്ഡ് ഉണ്ട്, കോഫി ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്, നേവി ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 949 റേറ്റിലേക്കാണ്. നമുക്കപ്പോൾ അതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പർപ്പിൾ കളർ ആട്ടോ. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്ന റാണി പിങ്കും നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടം വേണമെങ്കിൽ ഈ സെയിം കളറിലേക്ക് എടുക്കാം. ഇനി അതിലെ കോൺട്രാസ്റ്റ് ആയിട്ട് റാണി പിങ്കോ അല്ലെങ്കിൽ ഒരു ബ്ലൂവോ ഏത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാം. അപ്പോൾ ഈ സ്ലബ് സിൽക്കിന്റെ കുർത്തീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല റേറ്റിലേക്ക് എംബ്രോയിഡറി കുർത്തീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇതിന്റെ ചിലപ്പോൾ ഒരു ഹാഫ് പ്രൈസിലേക്കൊക്കെ വരെ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. കസ്റ്റമേഴ്സ് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാറുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ തന്നെ കോപ്പികൾ ഭയങ്കരമായിട്ടും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറേ യൂണിറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു നമ്മളിതിന്റെ കോപ്പി ഇറക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് കാണുമ്പോൾ ഒരു തരത്തിൽ സന്തോഷമുണ്ട്, പക്ഷേ അത് കാണുമ്പോൾ സങ്കടമുണ്ട്. കസ്റ്റമേഴ്സ് കുറച്ച് പേരെങ്കിലും ചിന്തിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ അതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്ലബാണ്. അതേപോലെ തന്നെ ഈ എംബ്രോയിഡറി നമുക്ക് ചെയ്തെടുക്കാം ഇതിന്റെ പകുതി സ്റ്റിച്ചസിൽ. അപ്പോൾ ഇതിന്റെ ഈ ഒരു പെർഫെക്ഷനും ഈ ഒരു ഭംഗിയും ഒന്നും അതിനകത്തേക്ക് ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്രാൻഡിൽ വരുന്ന കുർത്തീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും തന്നെ എക്സ്ട്രാ മാർജിൻ ഇട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്നത്. കാരണം ഈ സ്ലബ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വാഷ് ചെയ്യുമ്പോഴത്തേക്കും ചുരുങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഇത് സിംഗിൾ യൂസിനല്ലല്ലോ, നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളത് എക്സ്ട്രാ സ്റ്റിച്ചിങ് മാർജിൻ ഇട്ടിട്ട് അത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈവൻ അപ്പോൾ യൂണിറ്റിൽ കൊടുക്കുന്ന സ്റ്റിച്ചിങ്ങിന്റെ കാരിയേഴ്സിന് കൊടുക്കുന്ന ചാർജസ് ഉൾപ്പെടെ എല്ലാം അതിന് നല്ല കോസ്റ്റ് എക്സ്ട്രാ ഉണ്ട്. അപ്പം അതും എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു എന്നാലും നമ്മൾ ശ്രമിക്കാറുണ്ട് 1000 ബിലോ റേഞ്ചിലേക്ക് തന്നെ എല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ബാക്കി കളേഴ്സും കൂടെ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്ന ഡാർക്ക് കോഫി ബ്രൗൺ ആട്ടോ. അപ്പോൾ അതിന് കോമ്പിനേഷൻ ആയിട്ട് പീച്ചും നമ്മുടെ ഓഫ് വൈറ്റും ചിക്കും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ്. അപ്പം ഞാൻ നമ്മുടെ ഓഫ് വൈറ്റ് കളറിലെ ബോട്ടം പെയർ ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് വന്നേക്കുന്ന റണ്ണിങ് സിസ്റ്റം കൊണ്ടുള്ളൊരു എംബ്രോയിഡറി പാറ്റേൺ. സ്ലീവിലേക്കും സെയിം തന്നെ എംബ്രോയിഡറി വന്നേക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മുടെ ടർക്കോയ്സിലേക്കാട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വാ ഗ്രീനും ബ്ലൂവും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വന്നേക്കുന്നത് കുറച്ച് ബ്രൈറ്റർ ആയിട്ട് വന്നേക്കുന്ന ഒരു ഷെയ്ഡ്. അതിന് കോമ്പിനേഷൻ ആയിട്ട് പിങ്ക് ആൻഡ് പീച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലബ് സിൽക്കിന്റെ ബോട്ടം നമ്മുടെ പിങ്ക് ഷെയ്ഡ് തന്നെ ഇതിനകത്തേക്ക് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. സ്ലീവിന്റെ എൻ പോർഷനിലേക്ക് നമ്മുടെ യോക്കി കൊടുത്തേക്കുന്നതിന്റെ തന്നെ സെയിം ഒരു കോപ്പി ഇവിടേക്കും കൂടെ വരുന്നുണ്ട്, കുറച്ചൊരു മിനിയേച്ചർ രീതിയിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. പ്രൈസ് നമ്മൾ വന്നിരിക്കുന്നത് 949. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് നമ്മൾ സ്ലബ് സിൽക്കിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് തന്നെ നമ്മൾ സെല് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മുടെ നേവി ബ്ലൂ എന്ന് പറഞ്ഞത്. നേവി ബ്ലൂവിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ റാണി പിങ്കും ലാവൻഡറും കൂടെ കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ബോട്ടം വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മുടെ റാണി പിങ്ക് ഷെയ്ഡിൽ നമ്മൾ സിഗരറ്റ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്.